കോപ്പ അമേരിക്കയിൽ ജയത്തോടെ തുടങ്ങി നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന. ഉദ്ഘാടന മത്സരത്തിൽ കാനഡയെയാണ് അർജന്റീന പരാജയപ്പെടുത്തിയത്. അറ്റ്ലാന്റയിൽ നടന്ന മത്സരത്തിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് അർജന്റീനയുടെ വിജയം. ജൂലിയൻ അൽവാരസ്, ലൗറ്ററോ മാർട്ടിനസ് എന്നിവരാണ് അർജന്റീനയ്ക്കായി ഗോളുകൾ നേടിയത്. ഇന്ന് അർജന്റീനയ്ക്കെതിരെ മികച്ച പോരാട്ടം തന്നെ കാനഡ പുറത്തെടുത്തു. ആദ്യ പകുതിയിൽ അർജന്റീനയ്ക്ക് അവസരങ്ങൾ ലഭിച്ചെങ്കിലും ഗോളായില്ല. മറുവശത്ത് കാനഡയ്ക്ക് ഫിനിഷിംഗിലെ പാളിച്ചകളും തിരിച്ചടിയായി. ഗോൾ രഹിതമായി ആദ്യ പകുതി അവസാനിച്ചു. എന്നാൽ രണ്ടാം പകുതിയിൽ അർജന്റീന ഡെഡ് ലോക്ക് പൊട്ടിച്ചു. 49-ാം മിനിറ്റിൽ മെസ്സി ഒരുക്കിയെടുത്ത അവസരത്തിൽ മക്കലിസ്റ്ററിന്റെ അസിസ്റ്റിൽ ജൂലിയൻ അൽവാരസ് പന്ത് വലയിലെത്തിച്ചു. ലീഡെടുത്തതിനു ശേഷം മെസ്സിക്ക് 2 അവസരങ്ങൾ കിട്ടിയെങ്കിലും ഒന്ന് കീപ്പറും ഡിഫൻഡറും ചേർന്ന് രക്ഷപ്പെടുത്തിയും മറ്റൊന്ന് പുറത്തു പോവുകയും ചെയ്തു. ജൂലിയൻ അൽവാരസിന്റെ പകരക്കാരനായി എത്തിയ ലൗറ്ററോ മാർട്ടിനസും ഒരവസരം പാഴാക്കി. എന്നാൽ 88-ാം മിനിറ്റിൽ മെസ്സിയുടെ മനോഹരമായ ത്രൂ ബോളിൽ നിന്ന് ലൗറ്ററോ മാർട്ടിനസ് അർജന്റീനയുടെ 2ാം ഗോളും നേടി വിജയം ഉറപ്പിച്ചു. മത്സരത്തിന്റെ കണക്കുകളിലേക്ക് വന്നാൽ 65% സമയവും പന്ത് കൈവശം വെച്ച് കളിച്ചത് അർജന്റീനയാണ്. 19 ഷോട്ടുകളാണ് അർജന്റീന മത്സരത്തിൽ തൊടുത്തത്. 9 ഷോട്ട് ഓൺ ടാർഗറ്റ്. 606 പാസുകൾ 90% കൃത്യതയോടെ അർജന്റീന പൂർത്തിയാക്കി. 10 ഷോട്ടുകളാണ് കാനഡ തൊടുത്തത്. 2 ഷോട്ട് ഓൺ ടാർഗറ്റ്. അർജന്റീന ഗ്രൂപ്പിൽ അടുത്ത മത്സരത്തിൽ ജൂൺ 26-ന് ചിലിയെ നേരിടും. കാനഡ പെറുവിനെയും നേരിടും. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.